Moodle എന്നതിലെ ടീച്ചേഴ്സ് ഡാഷ്ബോർഡ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ഒരു പ്രത്യേക Moodle കോഴ്സ് ഓവർവ്യൂ, അതുകഴിഞ്ഞ് ടീച്ചേഴ്സ് ഡാഷ്ബോർഡ്, പ്രൊഫൈൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം, preferences എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നിവ. അവസാനമായി നമ്മുടെ Moodle കോഴ്സ് സംബന്ധിച്ച് ചില പ്രാഥമിക വിവരങ്ങൾ ചേർക്കുവാൻ നമ്മൾ പഠിക്കും. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ഉപയോഗിക്കുന്നു Ubuntu Linux OS 16.04, XAMPP 5.6.3 എന്നതിലൂടെ ലഭ്യമാക്കിയ Apache, MariaDB, PHP, Moodle 3.3, Firefox വെബ് ബ്രൗസർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെബ് ബ്രൗസർ ഉപയോഗിക്കാം. എന്നിരുന്നാലും ചില പ്രദർശന പരിമിതികൾ കാരണം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒഴിവാക്കണം. ഈ ട്യൂട്ടോറിയൽ നിങ്ങളുടെ സൈറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഒരു Moodle വെബ്സൈറ്റ് ഉണ്ടാക്കി ടീച്ചർ പ്രിവിലേജസ് ഉള്ളതിനാൽ നിങ്ങൾക്ക് ഒരു പുതിയ ബ്ലാങ്ക് കോഴ്സ് നൽകി എന്ന് കരുതുന്നു. എന്റെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞു. ദയവായി ശ്രദ്ധിക്കുക, കോഴ്സ് കാൽക്കുലസ് എന്നതിന് ടീച്ചർ റോളിൽ യൂസർ റെബേക്ക റൈമണ്ടിനെ അസൈൻ ചെയ്തു. ഈ വെബ്സൈറ്റിലെ Moodle ട്യൂട്ടോറിയലുകൾ റെഫർ ചെയ്യുവാൻ നിങ്ങളുടെ സൈറ്റ് അഡ്മിനിസ്ട്രേറ്ററിനോട് ആവശ്യപ്പെടുക. ഒരു കോഴ്സിനെങ്കിലും ടീച്ചർ പ്രിവിലേജസ് ഉള്ള യൂസറിനെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക. Moodle ഏറ്റവും ഉപയോഗപ്രദമായതും ക്രിയാത്മകമായതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായ ടീച്ചിംഗ് ലേണിംഗ് സിസ്റ്റം ആണ്. അധ്യാപകർ സാധാരണ Moodle ഉപയോഗിക്കുന്നത് അവരുടെ ടീച്ചിംഗ് ലേണിംഗ് റിസോഴ്സ് അപ്ലോഡ് ചെയ്യുക, ഫയലുകളും വീഡിയോകളും പോലുള്ള മൾട്ടിമീഡിയ റിസോഴ്സസ് കളക്ഷൻ മാനേജ് ചെയ്യുക എന്നിവയ്ക്കാണ്. വെബ് റിസോഴ്സസ്, ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് എന്നിവ ഷെയർ ചെയ്യുക, യൂട്യൂബ് ഓർ വിമിയോ വീഡിയോകൾ എംബഡ് ചെയ്യുക, അഡ്മിൻ, ക്വിസസ്, അസൈൻമെന്റ്സ്, വിക്കി, ഗ്ലോസറി തുടങ്ങിയ കൊളാബറേറ്റീവ് കോണ്ടന്റ്സ് പ്രോത്സാഹിപ്പിക്കുന്നതിന്. വിദ്യാർത്ഥികളുമായി ഒരേ സമയം ആശയവിനിമയം നടത്തി ആശയങ്ങൾ, വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി എന്നിവ ട്രാക്ക് ചെയ്യുക. എന്റെ കാൽക്കുലസ് കോഴ്സിന്റെ കോഴ്സ് ഓവർവ്യൂ എന്റെ കയ്യിൽ ഉണ്ട്. എനിക്കുണ്ട് കവർ ചെയ്യുന്ന ടോപ്പിക്സ്, ഓരോ ആഴ്ചയും ലെക്ചർസിന്റെ എണ്ണം, കോഴ്സിനായി അസൈൻമെന്റ്സിന്റെ ആകെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ക്വിസസ്, ആഴ്ചതോറും രണ്ടാഴ്ചയോ, എൻഡ് ഓഫ് കോഴ്സ് എക്സാംസ്, ടോട്ടൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ രേഖപ്പെടുത്തുന്നു, കോഴ്സ് മെറ്റീരിയലുകൾ, ബുക്ക് റെഫറൻസുകൾ. എന്റെ കോഴ്സ് രൂപപ്പെടുത്തി അതിനനുസരിച്ച് Moodleൽ എനിക്ക് എല്ലാ മെറ്റീരിയലുകളും അപ്ലോഡ് ചെയ്യുകയും വേണം. ബ്രൗസറിലേക്ക് മാറി Moodle സൈറ്റ് തുറക്കുകയും തുറക്കുക. ഹെഡറും ലഭ്യമായ കോഴ്സും ഉള്ള ഒരു പേജ് പ്രദർശിപ്പിക്കും. വിൻഡോയുടെ മുകളിൽ വലതുകോണിലുള്ള ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ടീച്ചർ റെബേക്ക റൈമണ്ടായി ലോഗിൻ ചെയ്യും. നമ്മുടെ പാസ്വേഡ് മാറ്റുവാൻ ആവശ്യപ്പെടുന്ന ഒരു പേജിലാണ് നമ്മൾ. ഫോഴ്സ് പാസ്വേഡ് ചേഞ്ച് ഓപ്ഷൻ അഡ്മിൻ മുൻപ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള പാസ്വേഡ് കൊടുത്ത ശേഷം പുതിയ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് ഞാൻ സ്പോക്കൻ ട്യൂട്ടോറിയൽ 12 എന്ന് കൊടുക്കും. പുതിയ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്യുക. തുടർന്ന് താഴെയുള്ള സേവ് ചേഞ്ചസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് മാറ്റം വരുത്തി ഒരു വിജയകരമായ സന്ദേശം ലഭിക്കുന്നു. കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് എന്ന പേജിലാണ് ഉള്ളത്. നമ്മുടെ ഡാഷ്ബോർഡ് 3 കോളംസ് ആയി തിരിച്ചിട്ടുണ്ട്. ഇടതുവശത്ത് നാവിഗേഷൻ മെനു ആണ്. മധ്യത്തിൽ വീതിയിലുള്ള ടൈംലൈൻ കോഴ്സസ് ടാബുകളോട് കൂടി മെയിൻ കോഴ്സ് ഓവർവ്യൂ ഏരിയ. വലതുവശത്ത് ബ്ലോക്സ് കോളം ആണ്. കോഴ്സസ് ടാബ് നിങ്ങൾ എൻറോൾ ചെയ്യുന്ന കോഴ്സുകൾ ലിസ്റ്റ് ചെയ്യുന്നു. കോഴ്സ് ഓവർവ്യൂ ഏരിയയിൽ കോഴ്സസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക.
In Progress ടാബിൽ നമ്മൾ കാൽക്കുലസ്, ലീനിയർ ആൾജിബ്ര എന്നീ രണ്ട് കോഴ്സുകൾ കാണും. ഈ കോഴ്സുകൾ ടീച്ചർ റെബേക്ക റെയ്മണ്ടിന് അഡ്മിൻ അസൈൻ ചെയ്തതാണ്. ഭാവിയിൽ അവർക്ക് അസൈൻ ചെയ്യുന്ന കോഴ്സസ് ഫ്യൂച്ചർ ടാബിൽ കാണുവാൻ കഴിയും. അതേപോലെ കഴിഞ്ഞ കോഴ്സസ് പാസ്റ്റ് ടാബിൽ കാണാം. ഇപ്പോൾ നമുക്ക് പേജിന്റെ ഹെഡർ നോക്കാം. മുകളിൽ ഇടതുവശത്തുള്ള മൂലയിൽ നമുക്ക് നാവിഗേഷൻ ഡ്രോവർ അല്ലെങ്കിൽ നാവിഗേഷൻ മെനു കാണാൻ കഴിയും. ഇത് കലണ്ടർ, പ്രൈവറ്റ് ഫയൽസ്, മൈ കോഴ്സസ്, ലിങ്കുകൾ എന്നിവയിലേക്ക് ആക്സസ് നൽകുന്നു. ഇത് ഒരു ടോഗിൾ മെനു. അതിനർത്ഥം ഓപ്പൺ എന്നത് ക്ലോസ് ആയും തിരിച്ചും സ്റ്റാറ്റസ് മാറുന്നു. മുകളിൽ വലതുഭാഗത്ത് നോട്ടിഫിക്കേഷൻസ്, മെസ്സേജസ് എന്നിവയ്ക്കായി ക്വിക്ക് ആക്സസ് ഐക്കണുകൾ ഉണ്ട്. മുകളിൽ വലതുവശത്തുള്ള പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്താൽ യൂസർ മെനു ആക്സസ് ചെയ്യുവാൻ കഴിയും. ഇത് ക്വിക്ക് ആക്സസ് യൂസർ മെനു എന്നറിയപ്പെടുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ എല്ലാ മെനു ഐറ്റങ്ങളും ടോഗിൾ മെനുസ് ആണ്. ഇവ ഇടതുവശത്തുള്ളതിന് സമാനമാണ്. പ്രൊഫൈൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. Moodle എല്ലാ യൂസേഴ്സിനും പ്രൊഫൈൽ പേജ് ഉണ്ട്. പ്രൊഫൈൽ ഇൻഫർമേഷൻ എഡിറ്റ് ചെയ്യുവാനും ഏതെല്ലാം കോഴ്സുകളിൽ അവർ എൻറോൾ ചെയ്തു എന്ന് കാണാനും യൂസേഴ്സിനെ അനുവദിക്കുന്നതിനുള്ള ലിങ്കുകളുണ്ട്. അവരുടെ ബ്ലോഗ് അല്ലെങ്കിൽ ഫോറം പോസ്റ്റ്സ് കാണുക. ഏതെങ്കിലും റിപ്പോർട്ട്സ് പരിശോധിക്കുക. അവർക്ക് അവസാനമായി ലോഗിൻ ചെയ്യുവാൻ ഉപയോഗിച്ച ആക്സസ് ലോഗ്സ് കാണുക. ഇപ്പോൾ എഡിറ്റ് പ്രൊഫൈൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് പ്രൊഫൈൽ പേജ് തുറക്കുന്നു. ഈ പേജ് 5 സെക്ഷൻസ് ആയി തിരിച്ചിരിക്കുന്നു. ജനറൽ, യൂസർ പിക്ചർ, അഡീഷണൽ നെയിംസ്, ഇൻട്രസ്റ്റ്സ്, ഓപ്ഷണൽ. ഡിഫോൾട്ട് ആയി ജനറൽ, യൂസർ പിക്ചർ എന്നിവ എക്സ്പാൻഡ് ആയിട്ടാണ് ഉള്ളത്. വലതുവശത്ത് എക്സ്പാൻഡ് ഓൾ ലിങ്ക് സെക്ഷൻസ് വിപുലീകരിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും സെക്ഷൻസ് ക്ലിക്ക് ചെയ്താൽ അത് വികസിപ്പിക്കുകയോ ചുരുക്കുകയോ ചെയ്യാം. ഇവിടെ എല്ലാ ഫീൽഡ്സും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ ജനറൽ സെക്ഷൻ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകാം. ഒരു ടീച്ചർ എന്ന നിലയിൽ എന്റെ വിദ്യാർത്ഥികൾ എന്നെക്കുറിച്ച് ചിലത് അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഫീൽഡിലെ ചില വിശദാംശങ്ങൾ ഞാൻ പൂരിപ്പിക്കും. ട്യൂട്ടോറിയൽ തൽക്കാലം നിർത്തി ഇവിടെ ഞാൻ ചെയ്തതുപോലെ നിങ്ങളുടെ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. മറ്റ് ഫീൽഡുകളിലും സെക്ഷനുകളിലും നിങ്ങൾക്ക് ചില വിവരങ്ങൾ ചേർക്കുവാനും കഴിയും. നിങ്ങളുടെ ചിത്രവും അപ്ലോഡ് ചെയ്യുവാൻ കഴിയും. ജനറൽ, ഓപ്ഷണൽ സെക്ഷൻസ് എന്നിവയിൽ ഞാൻ കുറച്ച് വിവരങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്ഡേറ്റ് പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പേജ് സേവ് ചെയ്യുക. ഇപ്പോൾ മുകളിൽ വലതുവശത്തുള്ള ക്വിക്ക് ആക്സസ് യൂസർ മെനു ക്ലിക്ക് ചെയ്യുക. പിന്നെ പ്രഫറൻസസ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പ്രഫറൻസസ് പേജ് യൂസേഴ്സിന് അവർ എഡിറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിവിധ സെറ്റിംഗ്സിന് ക്വിക്ക് ആക്സസ് നൽകുന്നു. ടീച്ചേഴ്സ് അക്കൗണ്ടിനുള്ള പ്രഫറൻസസ് പേജ്, യൂസർ അക്കൗണ്ട്, ബ്ലോഗ്സ്, ബാഡ്ജസ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. എഡിറ്റ് പ്രൊഫൈൽ, ചേഞ്ച് പാസ്വേഡ് എന്നിവ നേരത്തെ കണ്ടതാണ്. മറ്റു ചില പ്രഫറൻസസ് ഉണ്ട്. ലാംഗ്വേജ്, ഫോറം, എഡിറ്റർ, കോഴ്സ്, കലണ്ടർ, മെസ്സേജ്, നോട്ടിഫിക്കേഷൻ. കലണ്ടർ പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക. 24 മണിക്കൂർ സമയം കാണിക്കുവാൻ നമുക്ക് കലണ്ടർ സെറ്റ് ചെയ്യാം. കൂടാതെ അപ്കമിംഗ് ഇവന്റ്സ്, ലുക്ക് അഹെഡ് 2 ആഴ്ചത്തേക്ക് സെറ്റ് ചെയ്യാം. കലണ്ടറിൽ അടുത്ത 2 ആഴ്ചകളിൽ നടക്കുന്ന എല്ലാ ഇവന്റുകളുടെയും നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണാം. സേവ് ചേഞ്ചസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബാക്കിയുള്ള പ്രഫറൻസസ് വരാനിരിക്കുന്ന ട്യൂട്ടോറിയലുകളിൽ നോക്കാം. ഇവിടെയുള്ള വിവരങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ബ്രെഡ് ക്രംബ് നാവിഗേഷൻ. ഇത് Moodle സൈറ്റ്സ്
ഹൈറാർക്കിയുടെ ഏത് പേജിലാണ് എന്ന് കാണിക്കുന്ന വിഷ്വൽ എയ്ഡ് ആണ്. ഓരോ ക്ലിക്കിലൂടെ ഉയർന്ന ലെവൽ പേജിലേക്ക് പോകുവാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ഡാഷ്ബോർഡിലേക്ക് പോകുവാൻ ബ്രെഡ് ക്രംസിലെ ഡാഷ്ബോർഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാൽക്കുലസ് കോഴ്സിനുള്ള ടോപ്പിക്, സമ്മറി എന്നിവ എങ്ങനെ ചേർക്കാമെന്ന് നമുക്ക് നോക്കാം. ഇടതുവശത്ത് നാവിഗേഷൻ മെനുവിലെ കാൽക്കുലസ് കോഴ്സ് ക്ലിക്ക് ചെയ്യുക. പുതിയ പേജിൽ മുകളിൽ വലതുവശത്തുള്ള ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ടേൺ എഡിറ്റിംഗ് ഓൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പേജ് കൂടുതൽ എഡിറ്റ് ഓപ്ഷൻസ് കാണിക്കുന്നു. ടോപ്പിക് 1 ന് അടുത്തുള്ള പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന ടെക്സ്റ്റ് ബോക്സിൽ ബേസിക് കാൽക്കുലസ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്റർ അമർത്തുക. ടോപ്പിക്കിന്റെ പേര് മാറിയത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ടോപ്പിക്കിന്റെ അങ്ങേ വലതുവശത്തുള്ള എഡിറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പിന്നെ എഡിറ്റ് ടോപ്പിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മെ സമ്മറി പേജിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ സമ്മറി ഫീൽഡിൽ ടോപ്പിക്കിനെ കുറിച്ച് ഒരു സമ്മറി നമുക്ക് നൽകാം. ഞാൻ കാണിച്ചതുപോലെ ടൈപ്പ് ചെയ്യാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് സേവ് ചേഞ്ചസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മാറ്റം നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ Moodleൽ നമ്മുടെ കോഴ്സിന്റെ വിശദാംശങ്ങൾ ചേർക്കുന്നത്. നമ്മൾ ഇപ്പോൾ Moodleൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുവാൻ മുകളിൽ വലതുവശത്തുള്ള യൂസർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലോഗ് ഔട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് കോഴ്സ് ഓവർവ്യൂ ഡീറ്റെയിൽസ്, ടീച്ചേഴ്സ് ഡാഷ്ബോർഡ്, എഡിറ്റ് പ്രൊഫൈൽ സെറ്റിംഗ്സ്, പ്രഫറൻസസ് സെറ്റിംഗ്സ്, Moodleലെ കോഴ്സിന്റെ പ്രാഥമിക വിവരങ്ങൾ ചേർക്കുന്നത്. ഒരു അസൈൻമെന്റായി കാൽക്കുലസ് കോഴ്സിലെ എല്ലാ ടോപ്പിക്കുകളുടെയും പേരുകൾ മാറ്റുക. എല്ലാ വിഷയങ്ങൾക്കും ബന്ധപ്പെട്ട സമ്മറീസ് ചേർക്കുക. വിശദാംശങ്ങൾക്ക് ഈ ട്യൂട്ടോറിയലിന്റെ അസൈൻമെന്റ്സ് ലിങ്ക് കാണുക. താഴെയുള്ള ലിങ്കിലെ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. ഇത് ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. ഈ ഫോറത്തിൽ നിങ്ങളുടെ സമയബന്ധിതമായ ക്വറീസ് പോസ്റ്റ് ചെയ്യുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിന് ഫണ്ട് കൊടുക്കുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ ടീമിൽ നിന്നുള്ള വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.